Good morning, dear students. Last class we obtained the relation, the internal energy of the solid, that is the total energy of all the modes of vibration, E equal to എന്താ കിട്ടിയത് 9n divided by nu d cube integral 0 to nu d h nu cube e raised to h nu by kt minus 1 d nu. Okay, we obtained the value of the total energy. Okay, that is the total energy per modes of vibration, that is the h nu 9n divided by nu d cube integral 0 to nu d h nu cube divided by e raised to h nu by kt minus 1 d nu. Then നമുക്ക് എന്ത് ചെയ്യണം? അതിന് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. ഡോ ബൈ ഡോ ടി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. സോ 9n ഡിവൈഡ് ബൈ ന്യൂ ഡി ക്യൂബിന് ഔട്ട് സൈഡ് എടുത്തു. ദെൻ 0 ടു ന്യൂ ഡി എച്ച് ന്യൂ ക്യൂബ്, അതിനകത്ത് ടെമ്പറേച്ചറിൻ്റെ ഫങ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എച്ച് ന്യൂ ക്യൂബ് അവിടെ ഉണ്ട്. ദെൻ ഇ റേസ് ടു എച്ച് ന്യൂ ബൈ 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? -1 ഡിവൈഡ് ബൈ ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ എന്ത് വരും? ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി ഇൻറ്റു എന്തും കൂടെ വരും? എച്ച് ന്യൂ ബൈ കെ ടിയുടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എച്ച് ന്യൂ ബൈ കെ ടി സ്ക്വയർ എന്ന് കിട്ടും ഇൻറ്റു ഡി ന്യൂ. ഓക്കെ, അപ്പോൾ ഈ മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, -1 ബൈ അതിൻ്റെ മൈനസും ഇതിൻ്റെ മൈനസും കൂടെ ക്യാൻസൽ ഔട്ട് ആയി കഴിഞ്ഞത് കഴിഞ്ഞാൽ ദിസ് ടേം ബിക്കം പോസിറ്റീവ്. സോ സി ബി ഈക്വൽ ടു എന്താ വരുന്നത്? 9n കെ ഇവിടെ നിന്നൊരു കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ കെ സ്ക്വയർ എന്ന് കൊടുത്തിരിക്കുന്നത് അതാണ്. 9n കെ ഡിവൈഡ് ബൈ ന്യൂ ഡി ക്യൂബ് ഇൻ്റഗ്രൽ 0 ടു ന്യൂ ഡി ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി, പിന്നെ എന്ത് വരും? ഒരു ന്യൂ സ്ക്വയർ എടുത്തു, ബാക്കി ഈ ഒരു ന്യൂ ഇങ്ങോട്ട് പോയി. ഇപ്പം ന്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് ന്യൂ ഡിവൈഡ് ബൈ കെ ടി ഹോൾ സ്ക്വയർ ഡി ന്യൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ചെറിയ ഒരു ചില ടേംസ് കൊടുക്കുവാണ്. പുട്ട് എക്സ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ കെ ടി, പുട്ട് എക്സ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ കെ ടി, ദെൻ ന്യൂ ഈക്വൽ ടു എന്ത് വരും? ന്യൂ ഈക്വൽ ടു കെ ടി ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു എക്സ് ആൻഡ് ഡി ന്യൂ ഈക്വൽ ടു കെ ടി ബൈ എച്ച് ഇൻറ്റു ഡി എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? സി ബി ഈക്വൽ ടു 9n കെ ഡിവൈഡ് ബൈ ന്യൂ ഡി ക്യൂബ്, ലിമിറ്റ് മാറും അല്ലേ? ഇൻ്റഗ്രൽ 0 ടു എക്സ് ഡി ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് എച്ച് ന്യൂ ബൈ കെ ടിക്ക് എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇനി എന്താ ഇതിനെന്ത് കൊടുക്കും? എച്ച് ന്യൂ ബൈ ന്യൂ സ്ക്വയറിന് എന്ത് കൊടുക്കും? ന്യൂ ഈക്വൽ ടു കെ ടി ബൈ എച്ച് ഇൻറ്റു എക്സ്. സോ കെ ടി എക്സ് ഡിവൈഡ് ബൈ എച്ച് ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ന്യൂന് എന്ത് കൊടുക്കും? കെ ടി ഡി എക്സ് ഡിവൈഡ് ബൈ എച്ച്. ദെൻ സി ബി ഈക്വൽ ടു 9n കെ ഡിവൈഡ് ബൈ ന്യൂ ഡി ക്യൂബ് ഇൻ്റഗ്രൽ 0 ടു എക്സ് ഡി ഇ റേസ് ടു എക്സ് റേസ് ടു 4 എന്ത് വരും? ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് റേസ് ടു 4 ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? കെ ടി ഡിവൈഡ് ബൈ എച്ച് അല്ലേ? ഇവിടെ ഒരു കെ ടി ബൈ എച്ച് ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു കെ ടി ബൈ എച്ച് ഉണ്ട്. സോ കെ ടി ബൈ എച്ച് ഹോൾ ക്യൂബ് എന്ന് വരും ഇൻറ്റു ഡി എക്സ്. ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട് സൈഡിലേക്ക് എടുക്കാൻ പറ്റും. സോ ദ ഇക്വേഷൻ ബിക്കം 9n കെ ടി ബൈ എച്ച് ന്യൂ ഡി ഹോൾ ക്യൂബ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എക്സ് ഡി ഇ റേസ് ടു എക്സ് റേസ് ടു 4 ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. ദെൻ ഇനി ചെറിയൊരു വ്യത്യാസം കൂടി നമുക്ക് വരണം. നമ്മൾ ഐൻസ്റ്റീൻ ടെമ്പറേച്ചർ തീറ്റ ഇ എടുത്തതുപോലെ തന്നെ ഇവിടെ ഡിബേറ്റ് ടെമ്പറേച്ചറും എടുക്കണം. സോ ഇത് കൺസിഡർ ദ ഡിബേറ്റ് ടെമ്പറേച്ചർ ആസ്
theta d equal to h nu d by k. That is equal to xd equal to എന്ത് വരും? theta d equal to h nu d by k. Then xd equal to എന്ത് വരും? h nu d by kt. or h nu by k ക്ക് എന്ത് കൊടുക്കാൻ പറ്റും? h nu by kt ക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? h nu by kt, that is equal to h nu by k ക്ക് നമുക്ക് തീറ്റ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? തീറ്റ ഡി ബൈ ടി എം. എക്സ് ഡി ഈക്വൽ ടു എന്താണ്? തീറ്റ ഡി ബൈ ടി എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് കിട്ടിയേക്കുന്നത് അടുത്ത കേസിൽ നമുക്കതിനെ ഒന്നും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാം. എന്താ കിട്ടിയേക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 9 nkb kt by h nu d by all cube integral 0 to xd e raised to x raised to 4 divided by e raised to x minus 1 whole square dx. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമുക്ക് അവിടെ കൊടുത്തേക്കുന്നത് എന്തൊക്കെ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്? h nu d by kt ഉണ്ട്. അതിനെന്ത് വരും? 1/xd ഹോൾ ക്യൂബ് വരും അല്ലേ? അതാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു cv ഈക്വൽ ടു 9n, ദാറ്റ് ഈസ് ഈക്വൽ ടു 9n k t by theta d. t by theta d എന്ന് പറഞ്ഞാൽ 1/xd integral 0 to theta d by t e raised to x raised to 4 divided by e raised to x minus 1 whole square dx. ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റ് നമ്മളിവിടെ കണ്ടുവച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് നമ്മൾ ജനറൽ എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല, വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. നമുക്ക് എനർജി വരെ കണ്ടുപിടിച്ചിട്ട് സ്പെഷ്യൽ കേസിൽ നമ്മൾ എനർജിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുകയാണ്, കിട്ടുന്ന എനർജിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിരുന്നാലും നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുവെക്കുന്നു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് സ്പെഷ്യൽ കേസസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇൻറ്റേർണൽ എനർജിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ് അല്ലേ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻറ്റേർണൽ എനർജി? ഇൻറ്റേർണൽ എനർജി ക്യാൻ ബി സിംപ്ലിഫൈഡ് ആസ്. ഇൻറ്റേർണൽ എനർജി നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? മുമ്പ് കൊടുത്ത പോലെ തന്നെ എക്സ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ കെ ടി, ന്യൂ ഈക്വൽ ടു കെ ടി എക്സ് ബൈ എച്ച്, ഡി ന്യൂ ഈക്വൽ ടു കെ ടി ഡി എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ദെൻ എക്സ് ഡി ഈക്വൽ ടു എന്ത് വരും? തീറ്റ ഡി ബൈ ടി, വേർ തീറ്റ ഡി ഈക്വൽ ടു എച്ച് ന്യൂ ഡി ബൈ കെ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ എനർജി, ആവറേജ് എനർജിയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറുവാണ് ഇവിടെ? ആവറേജ് എനർജി 9n divided by ന്യൂ ഡി ക്യൂബ് ഇൻ്റഗ്രൽ 0 to ന്യൂ ഡി h ന്യൂ ക്യൂബ് e raised to h ന്യൂ ക്യൂബ്. എന്താ വന്നേക്കുന്നത്? e raised to h ന്യൂ ക്യൂബ് h ന്യൂ ക്യൂബ് ഡിവൈഡഡ് ബൈ e raised to h ന്യൂ ബൈ kt മൈനസ് 1 ഇൻറ്റു ടി ന്യൂ. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാ വാല്യൂസും കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ എന്തൊക്കെ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് ഡി ഈക്വൽ ടു, നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് ഡി ഈക്വൽ ടു എച്ച് ന്യൂ ഡി ബൈ കെ ടി, ദെൻ തീറ്റ ഡി ഈക്വൽ ടു എച്ച് ന്യൂ ഡി ബൈ കെ. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഇ ഈക്വൽ ടു, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. എന്തൊക്കെ കൊടുക്കണം? ഇവിടെ അതിൻ്റെ ന്യൂ ഡിയുടെ വാല്യൂ മാറ്റണം, ന്യൂവിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യണം, ന്യൂവിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ത് വരും നോക്കിക്കേ? ദാറ്റ് ബിക്കം ഈക്വൽ ടു 9n divided by ന്യൂ ഡി ക്യൂബ് ഇൻ്റഗ്രൽ 0 to xd h divided by e raised to x minus 1, h divided by e raised to h. ഇതിനെ നമ്മൾ ഈ ഒരു h മാത്രമേ ഇവിടെ എടുത്തുള്ളൂ. h ഡിവൈഡഡ് ബൈ e raised to h ന്യൂ ബൈ കെ ടിക്ക് എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. ദെൻ ന്യൂ ക്യൂബ് ഉണ്ട്, ന്യൂ ക്യൂബിന് എന്ത് കൊടുക്കണം? കെ ടി എക്സ് ബൈ എച്ച് ഹോൾ ക്യൂബ്.
ഓക്കെ. ദെൻ ഡി ന്യൂന് എന്ത് കൊടുക്കണം? കെ ടി ഡി എക്സ് ബൈ എച്ച്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ വരുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഈ കെ ടീനെ നമ്മൾ ഔട്ട് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഈ കെ ടീനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? 9n KT. ഇത് നമുക്ക് കോൺസ്റ്റൻറ്റ് ടേമാണ്. ഇതിനെയും കൂടെ ഔട്ട് സൈഡിലേക്ക് കൊണ്ടുവരും. ഇൻ്റഗ്രേഷൻ്റെ KT ബൈ എച്ച് ന്യൂ ഡി ഹോൾ ക്യൂബ്. ഇൻ്റഗ്രൽ 0 to xd അല്ലേ? ചേഞ്ച് ചെയ്തു. പിന്നെ എന്താ വരുന്നത്? ഇവിടെ ഒരു എക്സ് ക്യൂബ് കിടപ്പുണ്ട്. എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ പിന്നെ എന്തുണ്ട്? ഒരു e⁻x−1 ഉണ്ട് dx. ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട എന്തൊക്കെയുള്ളൂ? ഈ ഒരു ടേം മാത്രമേ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to xd എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ e⁻x−1 dx. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇതിൻ്റെ ഇക്വേഷനാണിത്. നമ്മളിനി അതിനെ ഒന്നും കൂടി ഒരു ചേഞ്ച് ചെയ്യണം. കാരണം അതിന് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരണം? നമ്മുടെ ഡിബേറ്റ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം അല്ലേ? ഡിബേറ്റ് ടെമ്പറേച്ചറിന് തന്നെ θd ആണ് ഡിബേറ്റ് ടെമ്പറേച്ചർ. സോ വി ഗെറ്റ് ഓർ 9n KT T by θd ഹോൾ ക്യൂബ് ഇൻ്റഗ്രൽ 0 to xd എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ e⁻x−1 dx or E equal to 1 T by θd എന്താണെന്ന് പറഞ്ഞത്? 1/xd. 9n എന്താ ഇക്വേഷൻ? എന്താ? 9n KT 1/xd ഹോൾ ക്യൂബ്. ഇൻ്റഗ്രേഷൻ വരും. ഇൻ്റഗ്രൽ 0 to xd e⁻x ഡിവൈഡ് ബൈ e⁻x−1 ഇൻറ്റു dx. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി കേസ് അറ്റ് ഹൈ ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചറിലും എന്തായിരിക്കും വാല്യൂ എന്ന് എടുക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? 9n KT 1/xd ഹോൾ ക്യൂബ് ഇൻ്റഗ്രൽ 0 to xd e⁻x ഡിവൈഡ് ബൈ e⁻x−1 ഇൻറ്റു dx. ഓക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് കേസ് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഈ ഇക്വേഷനിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്? കേസ് 1 അറ്റ് ഹൈ ടെമ്പറേച്ചർ T ഈസ് വെരി ഗ്രേറ്റർ ദാൻ θd. ഹൈ ടെമ്പറേച്ചറിൽ ഡിബേറ്റ് ടെമ്പറേച്ചറിനേക്കാൾ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കേസിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എച്ച് ന്യൂ ബൈ KT ഈസ് വെരി ലെസ് ദാൻ 1. എക്സ് ഈസ് വെരി ലെസ് ദാൻ 1. സോ e⁻x−1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? e⁻xന് 1 + x + എക്സെട്ര ഇവിടുത്തെ ഒരു -1 കൂടെ വരും. അപ്പോഴത്തേക്ക് നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ദാറ്റ് ബിക്കം ഈക്വൽ ടു ഓക്കെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് വരുവാണ്? ഇവിടുത്തെ ഈ -1 ഈ 1ഉം ഈ -1ഉം കൂടെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തേ ഉള്ളൂ? എക്സ് കിട്ടും. നമ്മുടെ ഡിഫറൻസിയേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 9n KT 1/xd ഹോൾ ക്യൂബ് ഇൻ്റഗ്രൽ 0 to xd എക്സ് ക്യൂബ് അവിടെ ഉണ്ടായിരുന്നു. e⁻x−1 നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞത്? എക്സ് ആക്കി. കാരണം എന്താ? എക്സ് ഈസ് വെരി ലെസ് ദാൻ 1. സോ ദിസ് ഈസ് ഈക്വൽ ടു x³ x dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലേ? ഈ ഒരു ടേമിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? എക്സും x³ കൂടെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? x² വരും. x² വന്നു കഴിയുമ്പം അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x³ 3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 9n KT 1/xd. പിന്നെ അതിൻ്റെ അപ്പർ ലിമിറ്റ് കൊടുക്കുവാണ്. എന്ത് വരും? xd³ ഡിവൈഡ് ബൈ 3. അപ്പം അതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 9n KT 1/xd ഹോൾ ക്യൂബ് xd³ ഡിവൈഡ് ബൈ 3. അതിനകത്ത് എന്തൊക്കെ ക്യാൻസലാക്കാൻ പറ്റും? ഇവിടെ നിന്നൊരു 3 കൂടെ വരുമ്പോൾ 3n അല്ലേ? xd³ ക്യാൻസലായി എന്താ ഉള്ളൂ? 3n KT മാത്രമേ ഉള്ളൂ. 3n KT. Therefore smaller specific heat is given by CVയുടെ ഇക്വേഷൻ എന്താണ്? ∂E ഡിവൈഡ് ബൈ ∂T at a constant volume equal to ∂by ∂T of 3n KT.
that is equal to 3nk that is equal to 3r. 3r എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇത് തന്നെയാണ് നമുക്ക് എവിടെയൊക്കെ കിട്ടിയത്? ഹൈ ടെമ്പറേച്ചറിൽ ക്ലാസിക്കൽ റിസൾട്ടിന് അനലോഗായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഡുലോം പിറ്റിറ്റ്സ് ലോയിലും ഐൻസ്റ്റീൻ തിയറിയിലും കിട്ടിയിരിക്കുന്ന എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് റിസൾട്ട് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡുലോം പിറ്റിറ്റ്സ് ലോ ആൻഡ് ഐൻസ്റ്റീൻ തിയറി അറ്റ് ഹൈ ടെമ്പറേച്ചർ ഈസ് എന്താണ്? ഈക്വൽ. ഓക്കെ, സെയിം ആയിട്ടാണ്. ഇറ്റ് ഇസ് സെയിം ആസ് ഡുലോം പിറ്റിറ്റ്സ് ലോ ആൻഡ് ഐൻസ്റ്റീൻസ് തിയറി. എവിടെ മാത്രമേ ഉള്ളൂ? ദിസ് ഈസ് ഓൺലി അറ്റ് ഹൈ ടെമ്പറേച്ചർ. അത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ദിസ് ഈസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫിസിക്കലി എന്താണ് ഇവിടെ നമുക്ക് കാണുന്നത്? ഫിസിക്കലി ഇറ്റ് മീൻസ് ദാറ്റ് അറ്റ് ദീസ് ടെമ്പറേച്ചർ, അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്തായിരിക്കും? ക്വാണ്ടം കോൺസെപ്റ്റ് ബിക്കം ഇർറെലവൻറ്റ്. അറ്റ് ഹൈ ടെമ്പറേച്ചർ ക്വാണ്ടം കോൺസെപ്റ്റ് ബിക്കം ഇർറെലവൻറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ എന്താ ചെയ്തതെന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം നമുക്ക്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എനർജിയുടെ ഇക്വേഷൻ കണ്ടു. എനർജി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. കാരണം എനർജിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ജനറൽ എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും, നിങ്ങൾ എക്സാമിനൊന്നും അത് ചെയ്തില്ലെങ്കിലും സാരമില്ല. നമുക്ക് എനർജിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്പെഷ്യൽ കേസിലേക്ക് കടക്കാം. എന്നിരുന്നാലും നമ്മളതിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ കണ്ടുവെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആയതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ കേസിലേക്ക് എടുക്കാം. ഡയറക്റ്റായിട്ട് ഇന്നലത്തെ കഴിഞ്ഞിട്ട് ഈ സ്പെഷ്യൽ കേസിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. ഓക്കെ, ഇത് ഇൻറ്റേർണൽ എനർജി നമ്മളെടുത്തു. അവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കുക. അവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ കെ ടി. എക്സ് ഇത് ഓർത്തിരിക്കുക. എക്സ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ കെ ടി. ദെൻ എക്സ് ഡി ഈക്വൽ ടു എച്ച് ന്യൂ ഡി ബൈ കെ ടി ഡി. ആൻഡ് എച്ച് ന്യൂ ഡി ബൈ കെ എന്ന് ഇത് കൊടുത്തു, തീറ്റ ഡി എന്ന് കൊടുക്കുന്നു. എച്ച് ന്യൂ ബൈ കെക്ക് തീറ്റ ഡി എന്ന് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഡിഫറെൻറ്റ് ഇൻ്റഗ്രേഷൻ്റെ ടേമും കൂടി നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റും കൂടി നമ്മൾ ചേഞ്ച് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് കിട്ടും e⁻x³ ഡിവൈഡ് ബൈ e⁻x−1. ഇപ്പോൾ ഇൻ്റഗ്രേഷനകത്ത് നമുക്ക് 9nkt t ബൈ തീറ്റ ഡി ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇൻ്റഗ്രൽ 0 to x d x³ ഡിവൈഡ് ബൈ e⁻x−1 dx. അപ്പോൾ നമ്മൾ ടി ബൈ തീറ്റ ഡിക്ക് 1/x d കൊടുത്തു. ഹൈ ടെമ്പറേച്ചറിലെ കേസ് നോക്കുന്നു. അതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്ന ആണ് 3nkt. അപ്പോൾ ഈ ഇക്വേഷന് ജനറൽ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. എന്തെങ്കിലും കാരണത്തിൽ നമ്മുടെ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഈ എനർജിയുടെ ഇക്വേഷനാണ് 9nkt 1/xd ഹോൾ ക്യൂബ് ഇൻ്റഗ്രൽ 0 to x d e⁻x ഡിവൈഡ് ബൈ e⁻x−1. എന്നിട്ട് ഹൈ ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചറിലും വാല്യൂ കൊടുക്കുക. ഓക്കെ, ലോ ടെമ്പറേച്ചറിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടോ ഇതുമായിട്ട് ഐൻസ്റ്റീൻ തിയറി ഡിബേറ്റ് തിയറി തമ്മിലുള്ള കമ്പാരിസൺ ഇതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.